ഞാൻ നുണ പറഞ്ഞു എന്നുള്ളത്. ആന്റണി പെരുമ്പാവൂർ എന്താ പറഞ്ഞത്? അവരെല്ലാം കഥയൊക്കെ തീരുമാനിച്ചിട്ട് എല്ലാം കണ്ടിട്ടാണെന്നുള്ളത് അല്ലേ? കഥ കണ്ടു വായിച്ചു. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനത് കഴിഞ്ഞ് പലതും മാറ്റും. പടം കാണലാണ് മുഖ്യം. അപ്പം അത് വിട്ടേക്കും. രണ്ടാമത് ചേച്ചി പറഞ്ഞു ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി, പടം നന്നല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ് ടെക്നിക്കലി ഇസ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. അന്ന് പറയില്ല. കാരണം ഒരു പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ഒരാൾ ആദ്യം ഇത് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റിവിറ്റിയാണ്. അപ്പം ഞാനായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട, ഞാനായിട്ടൊരു സംഭവം ട്രിഗർ ചെയ്യേണ്ട. പക്ഷെ ജനങ്ങൾ ഇളകിയപ്പം ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. പടം കണ്ടു ഇത്. പിന്നെ ഞാനെങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞത് ചേച്ചിയെടുത്ത് പടം കൊള്ളൂല എന്നുള്ളത്? നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറ. ഓക്കെ, മോഹൻലാലിന്റെ പ്രീതി എനിക്ക് നേടേണ്ട ആവശ്യമില്ല. 94 മാർച്ച് 13 തൊട്ടുള്ള ബന്ധമാണത്. പടം ചെയ്താലും ഇല്ലെങ്കിൽ അത് അവിടെ നിൽക്കും. അത് മരിക്കുന്നവരെ അതുപോലെ തന്നെ നിൽക്കും. ലാലും വേണോ വേണ്ടെന്നുള്ളതില്ല. ലാല് മരിക്കുന്നവർക്ക് എനിക്കൊരു കടപ്പാടുണ്ട്. കാരണം എനിക്ക് കീഴ്ചക്ര എന്നുള്ള സിനിമ ചെയ്ത് എന്നെ മേജർ രവിയാക്കിയത് മോഹൻലാലാണ്. അതിന് ഈ ആന്റണി പെരുമ്പാവൂർ ആരും ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാരാണ്? RB ചൗധരി സാറാണ്. അത് എനിക്ക് രണ്ടുപേരുടെ കടപ്പാടുള്ളൂ. അത് ഞാൻ എപ്പോഴും ചെയ്തിരിക്കും. സോ ഐ നോട്ട് ബോതർഡ് ഹൂ സേസ് വാട്ട്. ഇനി വഖഫിന്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എങ്ങനെ ഞാൻ എന്താ പറയുന്നറിയോ? ആ പടത്തിനകത്ത് പടം കണ്ടതിന് ശേഷം ഇറങ്ങിയ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട്. പക്ഷേ ഒരു പടം കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒരു പടത്തെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിനകത്ത് ക്രൈസ്തവർക്ക് എഗൻസ്റ്റ് എന്നുള്ളതല്ല, സത്യാവസ്ഥകളെ മറച്ചു പിടിച്ചുകൊണ്ട് പലതും പകുതിക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കിയതല്ലേ. അതിന്റെ എല്ലാം ഇന്നിപ്പോൾ ജനങ്ങൾ ഇളകിയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നുള്ള ആ പ്രശ്നം തന്നെ ഞാൻ പറയാല്ല. പടം കൊള്ളൂല എന്നുള്ളത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ചേച്ചി അതും വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ മോന്റെ പടം കൊള്ളൂല എന്ന് മേജർ റിവ്യൂ. എവിടെ പറഞ്ഞു? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയാ, ഏതെങ്കിലും പറയാ. ഇന്നും നിങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂരിന്റെ അടുത്ത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? പടം കണ്ടോ ഇല്ല എന്നുള്ള പ്രിവ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത്? ഇല്ല. അപ്പൊ എന്നെ കുറ്റം പറയണ്ട. ഞാൻ മോഹൻലാലിനെ ആരെങ്കിലും ചളിവരിത്തേക്കാണ് എനിക്ക് ആരെയും പെർമിഷൻ വേണ്ട. അത് കഴിഞ്ഞ് മോഹൻലാലിന്റെ ഫാൻസ് എടുത്തിട്ട് പറഞ്ഞു മേജർ രവി ആരാണെന്നുള്ളത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ പല കാര്യങ്ങളും ബിസിയായിരുന്നു. മേജർ രവി ആരാണെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ചങ്കരനെയാണ്. മോഹൻലാൽ വേണ്ടെങ്കിലും ഇല്ലെങ്കിൽ ശരി, അത് ഞാൻ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ അതിന് താഴത്തെ ഒരു പരാമർശം കണ്ടിരുന്നു, ഞങ്ങൾ നന്നായി നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനിലും ഇയാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത ആരാണെന്നുള്ളത് എനിക്കറിയാം. മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന ഒരുത്തനെ ഞങ്ങൾ വിശ്വശാന്തി ഫൗണ്ടേഷനിൽ കയറ്റിയിട്ടില്ല. ഇത് അവന്റെ ഡ്രാഫ്റ്റാണ്, അവന്റേന്ന് തന്നെ പറയുന്നു. ഓക്കെ, കുറച്ച് വയലന്റ്, അത് നിങ്ങൾ കണ്ടുപിടിച്ചു.